KB സോഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മിത്തുകളിൽ വിശ്വസിക്കാനുള്ള കഴിവ്. അതായത് തെളിവുകൾ ആവശ്യമില്ലാത്ത കഥകളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും ഒക്കെ ഉള്ള ഒരു ചായ്വ് അത് മനുഷ്യന് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ സയൻസിൽ വിശ്വസിക്കുന്നതിനേക്കാളേറെ സ്യൂഡോ സയൻസുകളിൽ വിശ്വസിക്കുന്നത്. എന്താണ് സ്യൂഡോ സയൻസ് എന്ന് വെച്ചാൽ? സ്യൂഡോ സയൻസിൽ എപ്പോഴും തെളിവുകൾ പൂർണ്ണമായിട്ടുണ്ടാവില്ല. വിശ്വസനീയമായ കൺഫർമേറ്ററി ആയിട്ടുള്ള മെഷർ ചെയ്യാവുന്ന തെളിവുകൾ നമുക്കുണ്ടാവില്ല. എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. ആ രീതിയിലുള്ള സംഗതികളെ നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് പറയാം. ഇത്തരം ഒരു കൺസെപ്റ്റാണ് ഇത്തവണ നമ്മൾ പറയുന്നത്. അതിന് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുന്നത് കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരത്തിനടുത്തുണ്ടായ ഒരു കൂട്ടക്കൊലപാതകത്തിലൂടെയാണ്. ഇത് പുതിയ ഒരു സംഗതിയൊന്നുമല്ല. ഇത്തരം കൺസെപ്റ്റുകളെക്കുറിച്ചും ഇത്തരം വിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെ പല രീതിയിലുള്ള കഥകളും പല രീതിയിലുള്ള പ്രചരണങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പല സമൂഹങ്ങളിലുമുള്ള വിശ്വാസങ്ങളിലും ഇത്തരം കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി, ആ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിൽ നിന്നും എടുത്ത് മറ്റൊരു ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു രീതി. ഇതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജീവനുള്ള ഒരു ശരീരത്തിലുള്ള ഒരു എനർജിയെ എടുത്ത് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ആത്മാവ് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ ജീവചൈതന്യം പ്രവേശിക്കുകയാണ്, ലൈഫ് ഫോഴ്സ് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിച്ച് ഇതിനെ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നത് സത്യമാണോ അതോ മിഥ്യയാണോ എന്നതാണ്. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് സ്യൂഡോ സയൻസ് ആയിട്ടാണ് പറയുന്നത്. സാധാരണ സയൻറ്റിഫിക്കലി ഒരു എനർജിയെ മറ്റൊരു എനർജി ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട. കാരണം എനർജിയെ ഒരിക്കലും ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഉള്ളതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ. പക്ഷേ സയൻസിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന എനർജികളെല്ലാം തന്നെ നമുക്ക് മെഷർ ചെയ്യാവുന്നതോ അല്ലെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാവുന്നതോ ആയിട്ടുള്ള എനർജികളാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. മനഃശാസ്ത്രപരമായിട്ട് ആസ്ട്രൽ പ്രൊജക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹാലൂസിനേഷൻസ് ആയിട്ടാണ്. ഹാലൂസിനേഷൻ പല കാരണങ്ങൾ കൊണ്ടും ആളുകൾക്കുണ്ടാവാം. വൈകാരിക വിസ്ഫോടനങ്ങൾ കാരണം ഉണ്ടാകാം, നമ്മൾ എന്തെങ്കിലും ഡ്രഗ്സ് പോലെയുള്ള മെഡിസിൻസ് കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാം, വളരെ ഉയർന്ന അളവിൽ മദ്യം പോലെയുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ പേടി, ഉന്മാദം പോലെയുള്ള വൈകാരിക അവസ്ഥകളിൽ മനുഷ്യൻ്റെ മനസ്സിന് താൽക്കാലികമായിട്ട് താളം തെറ്റിപ്പോകും. അങ്ങനെയുള്ള ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേജുകളിലും ഹാലൂസിനേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യനുണ്ടാകുന്ന തോന്നലുകളായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ മനഃശാസ്ത്രം നോക്കിക്കാണുന്നത്. പക്ഷേ ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെയുള്ള പല സംഗതികളും ഇന്നും മിസ്റ്ററികളാണ്. നമ്മുടെ സയൻസിന് ഇപ്പോൾ കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കാത്ത മിസ്റ്ററികൾ. അത്തരം മിസ്റ്ററികൾക്ക് പിറകെയുള്ള യാത്രയാണ് യഥാർത്ഥ ശാസ്ത്രത്തിൻ്റെ ത്രില്ലെന്ന് പറയുന്നത്. പക്ഷേ സത്യമോ മിഥ്യയോ എന്നത് തിരിച്ചറിയാൻ സാധിക്കാത്ത മിത്തുകളിൽ വിശ്വസിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരു മൃഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരുപാട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.